ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ചെറിയൊരു ട്രിപ്പ് പോയി. എവിടേക്കാണെന്നോ, കുന്നത്തൂർ പാടിയിലേക്ക്. പെട്ടെന്ന് തീരുമാനിച്ച ട്രിപ്പായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, അവിടെ എത്തിയപ്പോൾ എടുത്തതാണ്. ഞാനും ഏട്ടനും മക്കളും ഏട്ടൻ്റെ ചേച്ചിയും മക്കളുമാണ് പോയത്. നമുക്ക് വീട്ടിൽ നിന്ന് 2 മണിക്കൂറിലോട്ട് ഓട്ടമുണ്ട്. അവിടെ കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂർ എന്ന പട്ടണത്തിൽ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്നതാണ് കുന്നത്തൂർ പാടി. അവിടെ എത്തിയപ്പോൾ നമ്മളെല്ലാം വീഡിയോ എടുത്തത്. പിന്നെ നമ്മൾ താഴെ ഒരു മടപ്പുരയുണ്ട്, താഴെ മടപ്പുരയാണ്. അവിടെയൊന്നും നമ്മൾ എടുത്തില്ല, അങ്ങോട്ടാണ് കാർ പാർക്കിംഗ് ചെയ്തത്. ചുറ്റുമുള്ള സ്ഥലമെല്ലാം നമ്മൾ ഫോട്ടോ എടുത്തു. പിന്നെ കുറേ സ്റ്റെപ്പ് കയറിയതിന് ശേഷം കുറച്ച് കല്ലുകളെല്ലാം ഉള്ള ഉരുട്ട കല്ലുകൾ ഉള്ള പോലത്തെ സ്ഥലത്തൂടെയാണ് കയറേണ്ടത്. ആദ്യം കുറേ സ്റ്റെപ്പ് കയറാനുണ്ട്. ഫുള്ള് കാടും മലയെല്ലുള്ളൊരു വലിയൊരു കുന്നിൻ്റെ മേലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഈ സ്റ്റെപ്പ് എന്ന് ഒരുപാട് കയറി എത്തണുണ്ട്. പിന്നെ അടുത്ത പ്രസാദം എന്ന് വെച്ചാൽ അവിലും കടലയും ഉണക്കും തേങ്ങാപ്പൂളും എല്ലാം പ്രസാദമായിട്ട് കിട്ടുന്നത്. ഇതെല്ലാം അതിൻ്റെ ചുറ്റുവട്ടമുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഇതിൽ താഴെ കാണുന്നതാണ്, അവിടെയാണ് ഇത് മുത്തപ്പൻ്റെ വെള്ളാട്ടെല്ലാം കെട്ടിയാടുന്ന സ്ഥലം. ചുറ്റുമുള്ള ഓരോരുത്തർക്ക് പെരുവണ്ണായ കലശം കോമരം അങ്ങനെ പറഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോ ഇത് ഉണ്ട് അവിടെ ഇത് കെട്ടിയ പോലെ. പിന്നെ എന്താ പറയുക, ഒരു ഓല കൊണ്ട് മേഞ്ഞൊരു സ്ഥലത്താണ് ഇതിൻ്റെ ഒരു മുത്തപ്പൻ്റെ ഇതുള്ളത്, ആരൂഢ സ്ഥാനം. അതിൻ്റെ താഴോട്ട് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പാടില്ല, എന്നാലും കുറച്ചെല്ലാം നമ്മൾ എടുക്കാൻ പറ്റി. ഒരു കോപ്പ പോലത്തെ ഇതിൽ നമുക്ക് അംശങ്ങൾ കിട്ടുന്നത്. പിന്നെ മുത്തപ്പൻ ഇറങ്ങി 5 മണിയാകുമ്പോഴത്തേക്ക് മുത്തപ്പൻ ഇറങ്ങിയതിന് ഒരു 7 മണിയാകുമ്പോൾ കഴിയുന്നതാണ് പറഞ്ഞത്. അവിടെ കാണുന്ന ഓല കൊണ്ട് മേഞ്ഞ് അതിൻ്റെ ഉള്ളിലാണ് ആരൂഢം. പിന്നെ അവിടെ വാഴയുടെ ഇലേനെ കൊണ്ട് വെച്ചൊരു ഇതില്ലേ, ആ ഒരു മുടി, അത് ഇതാണ് എന്താ പറയണ്ടേ, മുത്തപ്പൻ്റെ അമ്മയാണെന്നാണ് പറയുന്നത്. പേരാണ് മൂലംപെറ്റ ഭഗവതി എന്നാണ് അറിയപ്പെടുന്നത്. അത് തിരുവപ്പനയിലുള്ള ദിവസമാണ്. ആ തിരുവപ്പന കെട്ടിയ സമയത്ത് അങ്ങനെ അമ്മേനെ കാണണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇറങ്ങുന്ന ദൈവമെന്നാണ് പറയുന്നത്. പിന്നെ ഒരുപാട് ജനങ്ങൾ ആ സമയം ആയതുകൊണ്ട് ഒരു 5 മണിയല്ലാണ്ട് അങ്ങനെ അധികമായ തിരക്കൊന്നുമില്ല. രാത്രിയാകുമ്പോൾ കൂടുതൽ തിരക്ക്. ഇത് 1 മാസത്തോളം നീണ്ട ഉത്സവമാണ്. ധനു മുതൽ മകരം വരെയാണ് ഉണ്ടാവുക. പിന്നെ അവിടെയുള്ള ചടങ്ങുകളെല്ലാം നമ്മൾ കുറച്ചെല്ലാം വീഡിയോ എടുത്ത്. അവിടെ അങ്ങനെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ട്. ഞാനും കുറേ ആളെല്ലാം എടുക്കുന്നുണ്ടായിരുന്നു, നമ്മളും ചെറുങ്ങനെ എടുത്തതാണ്. ഈ മരം കൂട്ടിയിട്ട് ഇട്ട സ്ഥലത്തെല്ലാം രാത്രിയാകുമ്പം തീ കത്തിച്ച് അവിടുത്തെ ആ വെളിച്ചവും ഉണ്ടാവും. ഭഗവതി എന്ന് പറയുന്നത് പാടിക്കുറ്റി അമ്മയാണ്. അതിന് എന്താ പറയുക, മലവാസത്തിന് അയക്കുമ്പോൾ അമ്മ പറയുന്നത് നിൻ്റെ പുറകെ ഞാനും ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് എന്താ പറയണ്ടേ, പാടിക്കുറ്റി അമ്മേൻ്റെ ദേഹം വെടിഞ്ഞതിന് ശേഷം ശക്തി സ്വരൂപിണിയായിട്ട് മകനായ മുത്തപ്പൻ്റെ ഒപ്പം എന്താ പറയുക വന്നു ചേർന്ന പോലെ സങ്കല്പമുള്ളത്. ഇത് ഈ കാണുന്നതാണ് മുത്തപ്പൻ കെട്ടുന്നതിന് മുമ്പേ ഉള്ള പുറപ്പാടാണ്. മുഖത്തെഴുത്തും എന്തെല്ലാം വെച്ചാൽ മഞ്ഞൾ കൊണ്ടാണ് അവിടെ ഇതെല്ലാം മുഖത്തെഴുത്തെല്ലാം ഉള്ളത് ചെയ്യുന്നത്. പിന്നെ അത് പയൻകുറ്റി വെക്കുന്നതാണ്. പിന്നെ ഈ മുത്തപ്പൻ ഇറങ്ങി 7 മണിയാകുമ്പോൾ കഴിയുമ്പോഴും പിന്നെ 9 മണിക്ക് തിരുവപ്പന ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ രാത്രിയാകുമ്പോൾ കൂടുതൽ തിരക്കുണ്ടാവും. നമ്മൾ പിന്നെ അതിൻ്റെ മേലോട്ടെല്ലാം കാണാൻ വലിയ മലയെ ഉരുട്ടക്കല്ല, ആടെയെല്ലാം ഇരുന്ന് ഫുള്ളാവും രാത്രിയാകുമ്പോഴത്തേക്ക്. ഇതൊരു 5:30-ആയതുകൊണ്ട് ഇത്രയും ജനങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പുറത്തെ ഭാഗത്ത് ദേവി ഇരുന്നാൽ കുറി വാങ്ങാനെല്ലാം ഒരുപാട് ആൾ. വൈകുന്നേര സമയത്ത് പോയതുകൊണ്ട് നല്ല ദർശനമെല്ലാം കിട്ടിയ തിരക്ക് അങ്ങനെ ഒഴിവായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുത്തില്ല, മോൻ ഭയങ്കര കരച്ചിലായിപ്പോയി. അതുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങി 6 മണിയാകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് പുറപ്പെട്ടിന്. മുത്തപ്പൻ ഇരുന്ന പാട് നമ്മൾ പുറപ്പെട്ടിന്. പിന്നെ ഈ സമയത്തെല്ലാം പോയ തിരക്ക് കുറയും. രാത്രി സമയത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ വണ്ടി വെച്ച സ്ഥലത്ത് തന്നെ ആദ്യം നമ്മൾ വെക്കുമ്പോൾ തന്നെ വണ്ടിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു പാർക്കിംഗ് ഏരിയയിൽ. രാത്രി സമയമാണ് കൂടുതൽ ആൾ വരുന്നത് വൈകുന്നേരത്തേനെക്കാട്ടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.